ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് LDC പ്രിലിംസ് പരീക്ഷയുണ്ട്, IBACAO ഉണ്ട്, ഇനി ഇൻ കേസ് RRBയുടെ ഫോർത്ത് ഫേസിലുള്ള ആൾക്കാർക്കുള്ള എക്സാമുണ്ട്. അപ്പോൾ ഈ 3 എക്സാമുണ്ട്. അതിൻ്റെ കൂടെ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും LDC എന്തിനാണ് UPSC പ്രിപ്പയർ ചെയ്യുന്നത് എഴുതുന്നത്? അത് UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അതറിയാൻ വേണ്ടി നിങ്ങളും UPSCക്ക് പ്രിപ്പയർ ചെയ്യുക. എനിവേയ്സ്, സോ നമ്മൾ 3-4 എക്സാമിന് ഒരുമിച്ച് പഠിക്കുമ്പോൾ കുറച്ച് പ്രോസും ഉണ്ട്, കുറച്ച് കോൺസും ഉണ്ട്. എന്താണ് പ്രോസ്, എന്താണ് കോൺസ്? പ്രോ എന്ന് വെച്ചാൽ എന്താണ് അഡ്വാൻറ്റേജ്, കോൺസ് എന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് IBACAO, RRB, UPSC, LDC ഇതിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ UPSCക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജനറൽ നോളേജിനൊരു ഹയർ കാണും. പക്ഷേ എന്നാൽ പോലും അവർക്ക് ഫാക്ട്സിനെ ബേസ് ചെയ്ത് ഫാക്ച്വൽ നോളേജ് വളരെ കുറവായിരിക്കും. കാരണം ഇപ്പോൾ ഇപ്പോൾ LDCക്ക് പഠിക്കുന്ന ആൾ ഗവർണർ ആരാന്ന് അറിയത്തുള്ളൂ, പക്ഷേ UPSC ഗവർണർ ആരാന്ന് അറിയത്തില്ല. പക്ഷേ ഗവർണറുടെ ആർട്ടിക്കിളും എങ്ങനെയാണ് പുള്ളീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ എങ്ങനെയാണ് പുള്ളിയുടെ റിമൂവൽ ഇതെല്ലാം അറിയാമായിരിക്കും. പക്ഷേ ആരാണെന്നുള്ളത് ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ പ്രോയും കോണും വരും. ഒന്ന്, ജനറൽ നോളജ് ടൂ മച്ച് ഫാക്ച്വൽ ആയതുകൊണ്ട് തന്നെ UPSCക്ക് പഠിക്കുന്ന ആൾക്ക് വെരി മച്ച് കുറച്ചുകൂടി പഠിക്കേണ്ടി വരും, കുറേ കൂടി പഠിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ LDC പരീക്ഷ എന്ന് പറയുന്നത് ഈസ് വെരി ഹാർഡ് ദാൻ UPSC. കാരണം LDCക്ക് ലോകത്ത് നമ്മൾ പറയില്ല, ആകാശത്തിന് കീഴെയുള്ള എന്തും ചോദിക്കാം. ഓക്കെ, ആ ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു സ്പെസിഫിക് സിലബസ് ഉണ്ടെങ്കിൽ പോലും ഏതറ്റത്തു നിന്ന് ഏതറ്റം വരെയും ചോദിക്കാനുള്ള വകുപ്പ് ഉണ്ട്. പക്ഷേ UPSCക്ക് അങ്ങനെയല്ല. സിലബസ് കുറച്ച് ഇതാണെങ്കിൽ പോലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയസിനായിരിക്കും മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതാണ് UPSCക്ക് പഠിക്കുമ്പോൾ ഒരു മെച്ചം. പക്ഷേ UPSCക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഗവർണർ എന്താണ്, പൊളിറ്റിയിൽ ഓരോ സെക്ഷനും നമ്മൾ അരിച്ച് പിറക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. പക്ഷേ നമ്മൾ ഫാക്ച്വൽ നോളേജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഈ 4 പരീക്ഷയ്ക്കും ഒരുമിച്ച് പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചിട്ട് എക്സ്ട്രാ എഫേർട്ട് വരും. എക്സ്ട്രാ എഫേർട്ട് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിലെ സ്പെസിഫിക് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് കറൻസീസ്, സ്പോർട്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഓക്കെ, സ്പോർട്സ് ആണ്. അപ്പോൾ സ്പോർട്സിനെ ബേസ് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ കുറേ അഡീഷൻ വരും. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ ഓൾറെഡി നമ്മൾ UPSCക്ക് പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം. ഇന്ന ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ഇത്രയാണ്, ഇന്ന ഇൻഡെക്സിൽ ഇന്ത്യ ഇങ്ങനെയാണ്, ഫസ്റ്റ് ഇന്ന കൺട്രിയാണ്. പിന്നെ നോർമലി കുറേ ഇൻഡെക്സ് എടുക്കുമ്പോൾ ആദ്യം വരുന്ന കുറേ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിനെ നമുക്ക് ഓപ്ഷൻ എന്നൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെയും കുറേ ഇഷ്യൂ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഹങ്കരിച്ചുകൊണ്ട് പോകാനും പറ്റില്ല. ഓക്കെ, അതാണ് LDC എക്സാമിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ RRB, IBA എക്സാംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ കൂടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ മാത്സിൻ്റെ ലെവൽ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, മാത്സിൻ്റെ ലെവൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ CSAT എഴുതിയവർക്കറിയാം, എനിക്കുൾപ്പെടെ 2020 CSAT വാസ് വെരി ടഫ്. ഓക്കെ, പക്ഷേ നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ ടഫ് എന്ന് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൂടെ അറ്റൻഡ് ചെയ്യും. കാരണം ഓൾമോസ്റ്റ് ഒരു 60% കോംപ്രിഹെൻഷൻ ആയിരുന്നു. സാധാരണ 50% കോംപ്രിഹെൻഷൻ, 50% ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് വരുന്നത്. പക്ഷേ ഇത്തവണ 60% കോംപ്രിഹെൻഷൻ വന്നു. അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ കാണുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ള അഹങ്കാരത്തിൽ പോയി എഴുതും, അത് തെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. GSന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ CSATന് മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ മാത്സ് CSAT ഇൻ കേസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടേക്ക് അവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ IBACAOയ്ക്കും RRBക്കും ഒക്കെ ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു കോഴ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ടെസ്റ്റിങ്ങിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഏത് ഏരിയയാണ് കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുന്നത് ആ ഏരിയ ഫിക്സ് ചെയ്ത് ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അതിന് കിരൺസിൻ്റെ ബുക്ക് നോക്കി പഠിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നൊരു സംഭവം. അതുപോലെ തന്നെ SSC എക്സാംസിനും ഇത് നല്ലതാണ്. SSC എക്സാമിനാണ് കിരൺ ബുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു ബുക്കും ഉണ്ട്. അപ്പോൾ SSC സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ PDF ഇട്ടിട്ടുണ്ട്. സോ ആർക്കെങ്കിലും SSC സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുമ്പോൾ RRBക്ക് കുറച്ചൊരു മോഡറേറ്റ് ലെവലാണ്. IBACAOയ്ക്ക് ചില സ്പെസിഫിക് ഏരിയാസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്ത് ആ ഏരിയ സ്പെസിഫിക് ആയിട്ട് പഠിച്ച് പക്കാക്കി വെക്കുക. അതിൽ 100% കിട്ടുന്ന രീതിയിൽ പഠിച്ച് വെക്കുക. ഓക്കെ, അത് പിന്നെ LDCക്ക് എന്ന് പറയുമ്പം
കുറേ കൂടി ബേസിക് ലെവലാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. സോ മാത്സ് എന്തായാലും എല്ലാത്തിനും പഠിക്കണം, ഇൻക്ലൂഡിങ് UPSC. ഓക്കെ, അത് അടുത്തത് റീസണിങ് ആണ്. റീസണിങ് പക്ഷേ നമുക്ക് CSATന് വലിയ ടഫായിട്ട് ചോദിക്കാറില്ല, UPSCക്ക് അങ്ങനെ വലിയ ടഫായിട്ട് ചോദിക്കാറില്ല. പക്ഷേ റീസണിങ് ഈസ് വെരി ഹാർഡ് ഫോർ IBSCO ആൻഡ് RRB. വെരി ഹാർഡ് ഇൻ ദ സെൻസ് കുറച്ച് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ പോയി എഴുതിയാൽ ആ മാർക്കൊന്നും കിട്ടത്തില്ല. അത് എനിക്ക് അങ്ങനെയാണ്. കാരണം എനിക്ക് CSATന് റീസണിങ് ഈസ് വെരി ഈസി ഫോർ മീ ഫോർ CSAT. ഓക്കെ, പക്ഷേ RRBക്കും IBക്കും SSCക്കും റീസണിങ് കുറച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ആയാലേ പോകാൻ പറ്റും. ഇപ്പോൾ സില്ലോജിസം ഒക്കെ ചുമ്മാ പോയി നമുക്ക് CSATൽ എഴുതാം. പക്ഷേ IBക്കും RRBക്കും ഒരു ബേസ് ഇല്ലാതെ, ഇപ്പോൾ ഒരു ബേസ് ഉണ്ട് എനിക്ക്, ഇപ്പോൾ സില്ലോജിസം എന്താണ്, ഇന്ന സർക്കിൾ എന്താണ്, ഇത് എന്നതാണ്, അതൊക്കെ അറിയാം. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് റീസണിങ് നല്ല പ്രാക്ടീസ് ചെയ്ത് കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷിന് അഹങ്കരിക്കരുത്. ഇംഗ്ലീഷ് അറിയാം, വായിക്കാം, എല്ലാവർക്കും വായിക്കാനും പറയാനും അറിയാം. പക്ഷേ ഇംഗ്ലീഷിന് ഫുള്ള് വാങ്ങുന്ന പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾ പക്ക ഫുള്ള് വാങ്ങാൻ വേണ്ടി പഠിക്കുക. RRB, IB, SSC ഇതൊക്കെ പക്ക ഫുള്ള് വാങ്ങാൻ വേണ്ടി പഠിക്കുക. ഈ ഇംഗ്ലീഷ് പഠിക്കുന്നത് നിങ്ങൾക്ക് CSATന് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ CSATൽ വരില്ല, അറിയാം. കോംപ്രിഹെൻഷനാണ് വരുന്നത്. അതിന് നിങ്ങൾ ഒരുപാട് വായിക്കുക തന്നെ വേണം. സ്പെഷ്യലി ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ വായിക്കുക. ഓക്കെ, എന്നിട്ട് ആ വായിച്ചിട്ട് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് സാധനങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുക. അപ്പോൾ കോംപ്രിഹെൻഷന് CSAT ഭയങ്കര ഹൈ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ CSATന് പ്രിപ്പയർ ചെയ്യുന്നത് കാറ്റിൻ്റെ ബുക്ക്, കോംപ്രിഹെൻഷൻ ബുക്ക് ജസ്റ്റ് നോക്കുന്നത് നന്നായിരിക്കും. വൺസ് ഇൻ എ വൈൽ നിങ്ങൾ ജസ്റ്റ് ആ കാറ്റിൻ്റെ ബുക്ക് ഒന്ന് ചെയ്തു പോകുന്നത് നന്നായിരിക്കും. കാരണം CSAT ഈസ് ബിക്കമിങ് മോർ ടഫ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ CSAT ആണ് ഗെയിം ചേഞ്ചറായിട്ട് കൊണ്ടിരിക്കുന്നത്. GSന് മിക്കവർക്കും മാർക്ക് കിട്ടുന്നുണ്ട്. CSAT കാരണമാണ് അവരെല്ലാം ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് CSATും ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ജനറൽ നോളജിൽ UPSCക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ വരുന്നതാണ് സ്പോർട്സ്, പിന്നെ പേഴ്സണാലിറ്റി, ബുക്സ്. ഇതൊക്കെ എക്സ്ട്രാ. GKയുടെ കാര്യം വരുമ്പോൾ സ്പോർട്സ്, പേഴ്സണാലിറ്റി, ബുക്സ് ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. അത് UPSCക്ക് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്പോർട്സിൽ നിന്നൊക്കെ മാക്സിമം പോയി ഒരു 2 to 3 ക്വസ്റ്റ്യൻ, പേഴ്സണാലിറ്റിയിൽ നിന്നൊരു 1 or 2 ക്വസ്റ്റ്യൻ, ബുക്സ് ചെയ്യുന്നൊരു 1 or 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് പോകാനുള്ള സംഭവം. പക്ഷേ ഈ ഒരു സ്റ്റേക്ക് നിങ്ങൾക്ക് വിട്ട് കളിച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് പക്ക 100% കിട്ടുന്ന കണക്ക് പഠിക്കുകയാണെങ്കിൽ ഭാഗ്യം വെച്ച് നിങ്ങൾക്ക്, ലക്ക് വെച്ച് നിങ്ങൾക്ക് കയറിപ്പോകാം. പക്ഷേ നിങ്ങൾ ഇത് 4 ഏരിയയും എല്ലാ ദിവസവും കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ ടൈം ടേബിൾ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. സോ മൈ ടൈം ടേബിൾ ഇസ് ലൈക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 6 to 9 ഈസ് ഹോമിലെ വർക്ക്, ഹോം കോഴ്സാണ്. അതിനുശേഷം 10 to 11 ഈസ് ഫോർ RRB, IB, SSC. ഈ 3 പരീക്ഷയുടെയും കോർ ഏരിയാസ് ഉണ്ട് മാത്സിൽ. എനിക്ക് എപ്പോഴും ടഫായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ തന്നെ മാത്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. ഇന്നലെ ഞാൻ IBയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യന് എനിക്ക് തെറ്റുന്ന ക്വസ്റ്റ്യനായി ഞാൻ കണ്ടെത്തിയത് ഇന്നലെ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റിന് ഞാനൊരു ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിനെ ഞാൻ എന്ത് ചെയ്യും, ആ റെക്കോർഡ് സെഷൻ തന്നെ ഞാൻ ഓവറായിട്ട് വീണ്ടും കണ്ടിട്ട് അതിൻ്റെ ഷോർട്ട് മെത്തേഡുണ്ട്, അത് ഞാൻ എന്ത് ചെയ്യും, എഴുതി വെക്കും, എൻ്റെ ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ അതാണ് 10 to 11 എൻ്റെ മെയിൻ പരിപാടി. അതിനുശേഷം 11 to 12 ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് എൻ്റെ UPSCയുടെ കറണ്ട് അഫെയർ മാഗസീനുണ്ട് എല്ലാ മന്ത്ലിയും, ജൂൺ ജൂലൈ വിഷൻ്റെയാണ്. സോ ഞാനിപ്പോൾ ഡിസംബറാണ് തുടങ്ങിയത്. ഡിസംബറാണ് 11 to 12. അരമണിക്കൂറിന് 30 മിനിറ്റ്സിന് എനിക്ക് ടേക്ക് 10 pages. അങ്ങനെ 1 മണിക്കൂറാകുമ്പോൾ ഒരു 20 pages തീർക്കും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം 12 to 1:30 ഈസ് ഫോർ എന്താണ് നമ്മുടെ LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് അവിടെയും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ മിസ്റ്റേക്സ് എവിടെ വരുത്തുന്നു അത് ചെയ്യും. ഓക്കെ, ആൻഡ് 1:30 to 2 ഈസ് ബ്രേക്ക് ടൈം. മോനെ സംഭവങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം 2 to 5 ഒരു ലോങ് ടൈമാണ്. ഒന്നിൽ മെയിൻസ് ടെസ്റ്റ് സീരീസ് ചെയ്യും, എനിക്ക് ചെയ്യാനുണ്ട്. അതും പ്ലസ് അല്ലെങ്കിൽ നമ്മുടെ UPSCയുടെ ബാക്കി പോർഷൻസ് പഠിക്കാനുള്ള പൊളിറ്റിയാണ് ഞാനിപ്പോൾ ഈ ആഴ്ച നോക്കുന്നത്. സോ പൊളിറ്റി പഠിക്കും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് 5 to 8 ഇതിനകത്ത് ഇടയ്ക്ക് ബ്രേക്കുകൾ വരും കേട്ടോ. അത് ഹസ്ബൻഡ് വരുന്നതും പോകുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ വരും. അപ്പോൾ 5 to 8 5 to 8 വാട്ട് ഐ എം ഡൂയിങ് ഈസ് എഗെയിൻ ഞാൻ എൻ്റെ നമ്മൾ ഈ രാവിലെ ചെയ്തൊരു സെഷൻ ഉണ്ടല്ലോ 1 മണിക്കൂറിൻ്റെ, അതായത് RRB, IB, SSC അതിൻ്റെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യും. ഓക്കെ, സോ
അതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ ഹിന്ദിക്കാരുടെ ആപ്പാണ് ഡൗൺലോഡ്, കാരണം അതിൽ ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. ഓക്കെ, 2 സെക്കൻഡ് 3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആ മെത്തേഡ്സൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ സ്പെഷ്യലായിട്ട് ചെയ്യാം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിലൊക്കെ നല്ല സിമ്പിളായിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ വളരെ സിമ്പിളായിട്ട്, വളരെ ഷോർട്ട് കട്ടായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അത് ഈസിയാണ്, കൺസെപ്റ്റ് ബേസ്ഡ് ആണ് അവർ പറഞ്ഞു തരുന്നത്. സോ ആ വീഡിയോസ് ഞാൻ വീണ്ടും ഇരുന്ന് കാണും, കണ്ടത് തന്നെ കാണും, കാണാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്, അത് കവർ ചെയ്യും. അതാണ് 5 to 8. ഓക്കെ, ബാക്കി 8 to 11 ഇസ് UPSC. ഓക്കെ, UPSC ഞാൻ പറഞ്ഞല്ലോ വീക്ക്ലി ഇത് ബേസ്ഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് എൻ്റെ ടൈം ടേബിൾ. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ ഇതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത് LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, LDCയുടെ പരീക്ഷ കഴിയുമ്പോൾ അത് മാറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PSSC ആവും. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് എൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പോകുന്നത്. ഇത് മാറും, ബിക്കോസ് ഓഫ് നമ്മൾ മനുഷ്യരാണ്, ചില അത്യാവശ്യങ്ങളെല്ലാം നമുക്ക് വെളിയിലൊക്കെ പോകേണ്ടി വരും. സോ ആ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ജോബ് കിട്ടുന്നതനുസരിച്ച് അതും മാറും. ഓക്കെ, സോ എനിവേയ്സ് നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക, സ്ലോട്ട് ഉണ്ടാക്കി പഠിക്കുക. അതനുസരിച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്യുക, നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് പഠിച്ചെന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക ഒരു ബുക്കിൽ. അതിനാണ് ഞാനൊരു പ്ലാനർ അല്ലെങ്കിൽ ഒരു ജേർണൽ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നിങ്ങളൊരു ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വെച്ചാലും മതി, അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ നോട്ട് പാഡിൽ എഴുതി വെച്ചാലും മതി. അതായത് റീസണിങ് ഇത്ര പോർഷൻ കഴിഞ്ഞു, എനിക്ക് റീസണിങ് ഇതാണ് ഹാർഡ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. നമ്മൾ എഴുതി വെക്കുന്നത് നമ്മളിപ്പോൾ നമ്മളെ ഡ്രീംസ് ഒക്കെ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത ഈസ് 70% മോർ. ഒരുപാട് സ്റ്റഡീസ് പ്രൂവൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഡ്രീംസ്, നിങ്ങളുടെ എയിംസ്, നിങ്ങളുടെ അംബിഷൻ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം, അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം, 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ ഏതായിരിക്കും, അതൊക്കെ നിങ്ങൾ എഴുതി പോകണം. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ ഇസ് ട്രൂ, മാനിഫെസ്റ്റേഷൻ വിൽ ഡു കം ട്രൂ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു എവറി വൺ ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാമിനേഷൻ. എല്ലാവരും ടോപ്പ് റാങ്ക്, ടോപ്പ് ഫുൾ എയിം ചെയ്ത് പഠിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ